ഈശോയുടെ ജനനം ഒരു പുൽക്കൂട്ടിലാണ്. ഒരുപക്ഷെ ഇന്ന് വരെ ആരും ഈ പുൽക്കൂട്ടിൽ ജനിച്ചിട്ടുണ്ടാവില്ല. അത് ദൈവനിയോഗമാണ്. എളിയവരിൽ എളിയവനായി, എന്നാൽ രാജാക്കന്മാരുടെ രാജാവ് ജനിക്കേണ്ടത് ഒരു എളിയ ജനനം, അത് പുൽക്കൂട്ടിലാണ്. ലൂക്കാസ് സുവിശേഷകന്റെ പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഇംഗ്ലീഷ് ഭാഷയിൽ ഈ പുൽക്കൂടിനെ അല്ലെങ്കിൽ ഈ പുൽത്തൊട്ടിയെ മാങ്കർ എന്നാണ് വിളിക്കുന്നത്, മാഞ്ചർ. അത് ലത്തീൻ ഭാഷയിലൊരു വാക്കാണ്, മൊന്തൂക്കരെ എന്നാണ്. ആ വാക്ക് ലിറ്ററലി ഇതിൻ്റെ അർത്ഥം ടു ഈറ്റ് എന്നാണ്. എങ്ങനെയാണ് ആ വാക്ക് വന്നത്? മാങ്കർ ഓർ ക്രിബ് എന്ന് വെച്ചാൽ ഒരു ഫുഡ് ബോക്സാണ്. ആ ഫുഡ് ബോക്സ് അത് മരം കൊണ്ടുണ്ടാക്കാം, കല്ലുകൊണ്ടും ഉണ്ടാക്കാം. അതിനുള്ളിൽ വൈക്കോൽ സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഈ വൈക്കോൽ സൂക്ഷിക്കപ്പെട്ടത് മുഴുവൻ അക്കാലത്ത് അവിടെയുള്ള കാറ്റിൽ, ഹോഴ്സസ്, ഡോങ്കീസ്, അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള സൂക്ഷിക്കപ്പെട്ടവ ഫുഡ് ബോക്സുകളാണ്. അക്കാലത്ത് ഇവയെല്ലാം വയലിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും. ആ വയലിലൂടെ പോകുമ്പോൾ ഇതുപോലെയുള്ള ഫുഡ് ബോക്സുകൾ ഏതെങ്കിലുമൊക്കെ ഒരു തണലിലോ അല്ലെങ്കിൽ ഷെഡിലോ, അല്ലെങ്കിൽ ബത്ലഹേമിൽ അക്കാലത്ത് കേവുകളാണ്, ഗുഹകളാണ്, ഗുഹകളിലൊക്കെയും സൂക്ഷിക്കപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ഈ ആനിമൽസിന് ഏത് സമയത്ത് വിശപ്പ് വന്നാലും അവിടെ അത് സൂക്ഷിച്ചിട്ടുണ്ട്, അവിടെ പോയി കഴിക്കാം. എപ്പോൾ ചെന്നാലും അവിടെ ഫുഡ് ആണ്. അതാണ് ഇവിടെ ബത്ലഹേമിലെ ഗുഹയിലാണ്. അപ്പോൾ ഗുഹയിലാണെങ്കിൽ വെയിൽ കൊള്ളില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഗുഹയിലേക്ക് ആടുകളൊക്കെയും പാടുകളൊക്കെയും ഏത് സമയത്തും ഫുഡിനായി വരും. സത്രത്തിൽ ഇടം കിട്ടാത്തതുകൊണ്ട് യോസേപ്പിതാവും മാതാവും ഉണ്ണിയേശുവിന് ജന്മം കൊടുക്കാൻ നേരെ പോയത് ബത്ലഹേമിലെ ആ കാലിത്തൊഴുത്തിലേക്കാണ്, ഗുഹയിലാണ്. അവിടെയാണ് ഇതുപോലൊരു ഫുഡ് ബോക്സ്. തണുപ്പ് കാലമായതുകൊണ്ട് ആ സ്റ്റോണിൻ്റെ മുകളിലോ വുഡിൻ്റെ മുകളിലോ കുഞ്ഞിനെ കിടത്തുന്നത് നല്ലതല്ല എന്ന് തോന്നിയത് കൊണ്ടാകാം വൈക്കോലെടുത്ത് അതിന് മുകളിലൊരു പുൽത്തൊട്ടിയാക്കി അതിന് മുകളിലേക്ക് മാതാവ് ഉണ്ണിയേശുവിനെ കിടത്തിയത്. അതാണ് പുൽത്തൊട്ടി എന്ന് അറിയപ്പെടുന്നത്. ആ പുൽത്തൊട്ടിയിലേക്കാണ് ലൂക്കാ 2:16 കാണാനായി മാലാഖ ആട്ടിടയർക്ക് സന്ദേശം കൊടുത്ത് ആ ആട്ടിടയർ അതിവേഗം പോയി കണ്ടതും ഒരടയാളം കൊടുത്തത് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ഉണ്ണിയേശുവിനെ നിങ്ങൾ കാണും എന്നാണ്. അപ്പോൾ മാങ്കർ എന്നാൽ ഒരു ഫിസിക്കൽ ഫുഡ് കിട്ടുന്നൊരു സ്ഥലമാണ്. എന്നാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം ആനിമൽസിന് അത് ഫിസിക്കൽ ഫുഡ് കിട്ടുന്ന സ്ഥലമാണെങ്കിൽ, നമ്മെ സംബന്ധിച്ചിടത്തോളം കാലിത്തൊഴുത്ത് ഒരു സ്പിരിച്വൽ ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് മാങ്കർ. എപ്പോൾ ചെന്നാലും ആനിമൽസിന് അവിടെ ഫുഡുണ്ട്, നമുക്കും എപ്പോൾ ചെന്നാലും അവിടെ ക്രിസ്തുവുണ്ട്. അതൊരു സ്പിരിച്വൽ ഫുഡ് നമുക്ക് ലഭിക്കുന്ന ഒരു സ്ഥലമാണ്. അതൊരു ഇൻഫിനിറ്റ് സ്റ്റോർ ഹൗസാണ്. അവിടെ ഈശോ ഉണ്ട്. ആ ഈശോ തരുന്ന അപ്പം കഴിച്ചാൽ ആർക്കും വിശക്കില്ല എന്നുള്ളതാണ്. ഒരാൾക്കും വിശപ്പ് ഉണ്ടാവില്ല എന്നുള്ളതാണ്. അതാണ് ഈശോ പറഞ്ഞത്, ഐ ആം ദ ലിവിങ് ബ്രെഡ്. ഞാൻ ജീവൻ്റെ അപ്പമാണ്, അല്ലെങ്കിൽ ഞാൻ ജീവൻ്റെ ജലമാണ് എന്നൊക്കെ പറയുന്ന യേശുവിന് പിറക്കാനായിട്ടുള്ളൊരു സ്ഥലമാണ് ഈ പുൽത്തൊട്ടി. അപ്പോൾ യേശുവിൻ്റെ കാലിത്തൊഴുത്തിലെ ജനനം, ആ കാലിത്തൊഴുത്തിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മുടെ ആത്മീയമായ വിശപ്പകറ്റുന്ന ഒരു ഇടം കൂടിയാണ് യേശുവിൻ്റെ കാലിത്തൊഴുത്ത്. അപ്പോൾ നമ്മുടെ ഫുഡ് ഫോർ അവർ സോൾ, അവിടേക്ക് നമുക്ക് കടന്നു ചെല്ലാം. അവിടെ സമൃദ്ധമായ ആത്മീയമായ ഭക്ഷണമുണ്ട്. ആ ഭക്ഷണം സൂക്ഷിക്കപ്പെട്ട ഒരിടമാണ് കർത്താവ് ജനിച്ച പുൽത്തൊട്ടി. ആ പുൽത്തൊട്ടിയിൽ ആനിമൽസിന് ഫിസിക്കൽ ഫുഡാണെങ്കിൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഒരു സ്പിരിച്വൽ ഫുഡ്, അതാണ് മാങ്കർ, അതാണ് പുൽത്തൊട്ടി. അവിടേക്ക് നമുക്ക് യാത്ര ചെയ്യാം. അവിടെ ആത്മീയ ഭക്ഷണമുണ്ട്.